ആരംഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ നമസ്കാരമല്ല ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കാണുന്ന രൂപത്തിൽ 5 വഖത്ത് നമസ്കാരം ഫർളാക്കിയത് മിഅ്റാജ് യാത്രയിലാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയോടനുബന്ധിച്ച ഏകദേശം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം, അബൂ ത്വാലിബിൻ്റെ വഫാത്തിന് ശേഷമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്ര എന്നാണ് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു അലം. ആ ഒരു യാത്രയോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കാണപ്പെടുന്ന പോലുള്ള നമസ്കാരം ഫർളാക്കുന്നത്. അതിന് മുമ്പായിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള 2 റക്അത്ത് നമസ്കാരമായിരുന്നു മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നത്. ഏതായിരുന്നാലും മിഅ്റാജ് യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം 5 വഖത്താക്കിയെങ്കിലും ആ സമയത്തും ബാങ്കും ഇഖാമത്തും ഫർളാക്കിയിട്ടില്ല. പിന്നീട് മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോയതിന് ശേഷം മദീനയിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാങ്കും ഇഖാമത്തും ശർആക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറഞ്ഞത് കാണാം, കാനൽ മുസ്ലിമൂന ഹീന ഖദിമുൽ മദീന. സ്വഹാബത്ത് മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ യജ്തമിഊന വയതഹയ്യനൂന സ്വലാത്ത്, അവരിങ്ങനെ ഒരുമിച്ച് കൂടും, നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകും. ലൈസ യുനാദ ലഹ, അവർക്ക് വേണ്ടി ബാങ്ക് കൊടുക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടും, എന്നാൽ എല്ലാവരും എന്ത് ചെയ്യും? അവിടെ നമസ്കാരം നിർവഹിക്കും. അതല്ലാതെ ബാങ്ക് വിളിക്കാൻ, ഇഖാമത്ത് വിളിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല, അത് നിയമമാക്കിയിരുന്നില്ല. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും പാടെ കൂടി ആലോചിച്ചു, നമുക്കിത് ഏകോപിക്കണമല്ലോ, ഏകീകരിച്ച ഒരു രൂപം ഉണ്ടാക്കണം, എല്ലാവരും ഒരു കൃത്യസമയത്ത് എത്താൻ വേണ്ടി ഒരു രൂപം ഉണ്ടാക്കണം. അപ്പോൾ ചില സ്വഹാബത്ത് പറഞ്ഞു, ഇത്തഹിദു നാക്കൂസൻ മിസ്ല നാക്കൂസിൻ നസ്വാറ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്നത് പോലെ മണിയടി ശബ്ദം സ്വീകരിക്കാം. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു മണി അടിക്കുക, അപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് വരിക. ചില സ്വഹാബത്ത് പറഞ്ഞു, ബൽ ബൂക്കൻ മിസ്ല കർണിൽ യഹൂദ്, അത് വേണ്ട, നമുക്ക് ജൂതന്മാർക്കിടയിലുള്ള കൊമ്പ് അവർ കുഴലൂതുന്നത് പോലെ ആ രൂപത്തിലുള്ള ഒരു ഊത്തായിക്കോട്ടെ നമുക്ക്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജൂത ക്രിസ്ത്യാനികളുടെ രൂപമൊന്നുമല്ല, അവല തബ്അസൂന റജുലൻ യുനാദി ബിസ്സലാത്ത്, നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ഒരാളെ നമുക്ക് നിയോഗിച്ചുകൂടെ? അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അത് അറിയിക്കുന്നതിന് വേണ്ടി ഒരാളെ നമുക്ക് നിയോഗിച്ചുകൂടെ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ബിലാൽ ഖും ഫനാദി ബിസ്സലാത്ത്, നമസ്കാരത്തിന് വേണ്ടി നീ വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു വിളി ഉണ്ടാകുന്നത്. അതിനുശേഷം അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് 2 പച്ച പുതപ്പുകൾ പുതച്ച് ഒരു മനുഷ്യൻ വരികയാണ്. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മണിയടി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, ഒരു മണി അടിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആ മനുഷ്യൻ പോകാൻ നേരത്ത് അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബ്ദല്ലാ അത്തബിയ അൻ നാഖൂസ്, ഓ അള്ളാഹിൻ്റെ അടിമേ, ആ മണി നീ എനിക്ക് വിൽക്കുമോ? ആ മണി നീ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, മാ തസ്നഉ ബിഹി, എന്തിനാണ് എനിക്ക് ഈ സാധനം? അവ പറഞ്ഞു കൊടുത്തു, നദ്ഉ ബിഹി ഇല സ്വലാത്ത്, ഞങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ആളുകൾ വിളിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഈ വന്ന മനുഷ്യൻ അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫലാ അദുല്ലുക അലാ മാ ഹുവ ഖൈറും മിൻ ദാലിക, ഇതിനേക്കാൾ ഉത്തമമായ, ഇതിനേക്കാൾ നല്ല ഒരു കാര്യം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ബാങ്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ദൂരത്തേക്ക് പോയിട്ട് പറഞ്ഞു, നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഇതൊറ്റ പ്രാവശ്യം ചെല്ലിയാൽ മതി, അപ്പോൾ ഇഖാമത്തുമായി. അങ്ങനെയാണ് ബാങ്കും ഇഖാമത്തും ആദ്യം അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നത്. പിന്നീട് അതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് റസൂലിനോട് ഈ സ്വപ്നത്തെക്കുറിച്ച് പറയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹ ലറുയാ ഹഖ്ഖുൻ ഇൻഷാ അല്ലാഹ്, അത് സത്യസന്ധമായ ഒരു സ്വപ്നമാണ്, അതുകൊണ്ട് നീ ബിലാലിനോട് ഇത് പറഞ്ഞു കൊടുക്ക്, ബിലാലിൻ്റെ ശബ്ദം നല്ല ശബ്ദമാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ബാങ്ക് വിളിക്കുകയാണ്. അതിനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറയാണ്, റസൂലെ, ഇതുപോലത്തത് ഞാനും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാ എന്ന അർത്ഥത്തിൽ സ്തുതിച്ചു അള്ളാഹുവിനെ. ഇങ്ങനെയാണ് ബാങ്കും ഇഖാമത്തും ഇസ്ലാമിൽ ശർആകുന്നത്. ബാങ്കും ഇഖാമത്തും ഇങ്ങനെയാണ് ഇസ്ലാമിൽ ശർആകുന്നത്. ശരി, ഇനി ഫലായിലുൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആൾക്കുള്ള ഫലായിലുകൾ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു പിന്നോക്കം നിൽക്കുന്ന, ഒന്നെങ്കിൽ മടിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങളാൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ധാരാളം ബാങ്ക് വിളിക്കുന്നവനുള്ള മുഅദ്ദിനുള്ള ഫലായിലുകൾ കാണാൻ സാധിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു മദാ സൗതിഹി, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ എത്ര ശബ്ദമെത്തുന്നോ അത്രത്തോളം അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വയഷ്ഹദു ലഹു കുല്ലു റത്ബിൻ വയാബിസിൻ, ഉണങ്ങിയതും പച്ചയായതുമായ എല്ലാ വസ്തുക്കളും അയാൾക്ക് വേണ്ടി പരലോകത്ത് സാക്ഷ്യം പറയും. വലഹു മിസ്ലു അജ്രി മൻ സല്ലാ മഅഹു, അയാളുടെ ബാങ്ക് കേട്ടിട്ട് നമസ്കരിക്കാൻ വന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും പ്രതിഫലം അയാൾക്കും ഉണ്ടാകും. മുഅദ്ദിൻ ബാങ്ക് വിളിച്ച് ആ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് വന്ന ആളുകൾ, അങ്ങനെ നമസ്കരിച്ച ആളുകൾ, അവരുടെ എല്ലാം പ്രതിഫലം ഇയാൾക്കും ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്മഉ മദാ സൗത്തിൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ വലാ ഷൈഉൻ ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ.
ഒരു ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ എന്തൊരു വസ്തുവാകട്ടെ മുഅദ്ദിനിൻ്റെ ആ ശബ്ദം കേൾക്കുന്നിടത്തോളം അയാൾ അള്ളാഹുവിന് വേണ്ടി പരലോകത്ത് അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി സാക്ഷ്യം പറയും. അപ്പോൾ മുഅദ്ദിൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നിടത്തോളം ആ ആളുകളെല്ലാം അത് ജീവനുള്ള ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും പരലോകത്ത് ആ മുഅദ്ദിനു വേണ്ടി സാക്ഷ്യം പറയും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു മദ്ദ സൗതിഹി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് വിളിക്കുന്നയാൾ അയാളുടെ ശബ്ദം എത്തുന്നിടത്തോളം അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വയസ്തഗ്ഫിറു ലഹു കുല്ല റത്ബിൻ വയാബിസിൻ. ഉണങ്ങിയതും പച്ചയായതുമായ എല്ലാ വസ്തുക്കളും അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച്, നമസ്കരിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ടോ? നോമ്പ് നോൽക്കുന്നവർക്കുണ്ടോ? സക്കാത്ത് കൊടുക്കുന്നവർക്കുണ്ടോ? ഹജ്ജ് ചെയ്യണവർക്കുണ്ടോ? ഇസ്തിഗ്ഫാർ ഈ ശബ്ദം കേൾക്കുന്ന അത്രയും വസ്തുക്കൾ അയാൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ലൗ യഅലമു നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വലി. ബാങ്കിലും ഒന്നാമത്തെ സൊഫിലും എന്താണ് പ്രതിഫലമുള്ളത് എന്ന ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, സുമ്മലം യജിദു ഇല്ലാ അയ്യസ്തഹിമു അലൈഹി ലസ്തഹമു, പിന്നീട് നറുക്കിട്ടിട്ടല്ലാതെ അതിലേക്ക് അവർക്ക് എത്തുകയില്ല എന്ന ഒരവസ്ഥ ഉണ്ടാവുകയുമാണ് എങ്കിൽ അവർ നറുക്കിട്ടെങ്കിലും അത് സ്വീകരിക്കുമായിരുന്നു. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദന ഇസ്നതൈ അശറ സന വജബത് ലഹുൽ ജന്ന. 12 വർഷം ഒരാൾ ബാങ്ക് വിളിച്ചാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിർബന്ധമാക്കി. വബിതഅദീനിഹി ഫി കുല്ലി മറ കുതിബ ലഹു ബിതഅദീനിഹി ഫി കുല്ലി മറ 60 ഹസന. ഓരോ തവണ ബാങ്ക് വിളിക്കുമ്പോഴും 60 പ്രതിഫലം രേഖപ്പെടുത്തും. വബി ഇഖാമത്തിഹി 30 ഹസന. ഇഖാമത്തിന് 30 പ്രതിഫലവും രേഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്ര ഹദീസുകളാണ്! അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. പരലോകത്തെ ഏറ്റവും നീളമുള്ള കഴുത്തുകളാൽ വരുന്നത് മുഅദ്ദിനീങ്ങളായിരിക്കും. അഥവാ അതിൻ്റെ വിശദീകരണങ്ങൾ കാണാം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വരുന്നത് അവരായിരിക്കും എന്നൊക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ബാങ്ക് വിളിക്കുന്നവന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി ഫലായിലു ഇജാബത്തിൽ മുഅദ്ദിൻ. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ഒരു ജോലി ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുമോ? ഇല്ല. എന്നാൽ എല്ലാവർക്കും പറ്റുന്ന ഒന്നാണ് മുഅദ്ദിനെ കേൾക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഇന്ന് ഒരുപാട് ആളുകൾ ഒരു തസാഹുൽ കാണിക്കുന്ന, ലാളിത്യം കാണിക്കുന്ന ഒരു വിഷയമാണത്. ഒന്നെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയിട്ടോ ബാങ്കിന് ഉത്തരം നൽകുക എന്നുള്ളത് അതിലൊരു തസാഹുൽ, ഒരു മടി കാണിക്കുന്നൊരവസ്ഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സമഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ മുഅദ്ദിനെ കേട്ട് കഴിഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് ചെല്ലണം. സുമ്മ സലുല്ലാഹി അൽ വസീല. എന്നിട്ട് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി വസീല ചോദിക്കണം. അത് സ്വർഗ്ഗത്തിലെ ഒരു ദർജയാണെന്നൊക്കെ റസൂൽ പറഞ്ഞിട്ട് അവസാനം റസൂൽ പറയണം, അങ്ങനെ ഒരാൾ ചെയ്താൽ ഹല്ലത്ത് ലഹു ഷഫാഅ, അവന് ഷഫാഅത്ത് ലഭിക്കും. മഹ്ശറിൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് പ്രവാചകന്മാർ പോലും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പ്രവാചകന്മാർ പോലും കൈയൊഴിയുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ഹല്ലത്ത് ലഹു ഷഫാഅ, ബാങ്കിന് ഉത്തരം നൽകി അതിനുശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയവന് എൻ്റെ ശുപാർശ ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ബാങ്കിന് ഒരാൾ ഇജാബത്ത് കൊടുത്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ ഇജാബത്ത് കൊടുത്താൽ, മിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അഥവാ ആത്മാർത്ഥമായിട്ടൊരാൾ അങ്ങനെ ചെയ്താൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അവൻ പ്രവേശിക്കുന്നല്ല, അവൻ പ്രവേശിച്ചു. അഥവാ എന്തായാലും അവൻ പ്രവേശിക്കുമെന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഇതൊക്കെ ബാങ്കിന് നമ്മൾ ഇജാബത്ത് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഹദീസുകളാണ്. ഇനി ഷുറൂത്തുൽ ആദാൻ, ബാങ്ക് വിളിക്കുന്നതിന് ചില ഷർത്തുകളുണ്ട്. എല്ലാവർക്കും കയറി തോന്നിയ രൂപത്തിലൊക്കെ ബാങ്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ബാങ്ക് കൊടുക്കൽ. ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഗൗരവത്തിൽ നോക്കേണ്ട വിഷയമാണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത്. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെങ്കിൽ തോന്നിയ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ബാങ്ക് വിളിക്കുക എന്നുള്ളത്. ഷുറൂത്തുൽ ആദാൻ, ബാങ്ക് വിളിക്കുന്നതിന് ചില ഷർത്തുകളുണ്ട്. ഇത് പാലിച്ചിട്ടില്ല എങ്കിൽ ആ ബാങ്ക് സ്വഹീഹാവുകയില്ല. അതിലൊന്നാമത്തതാണ് മുറത്തബൻ, തർത്തീബോടുകൂടി ബാങ്ക് വിളിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അത് കഴിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തർത്തീബായിട്ട് ബാങ്ക് വിളിക്കുക. അപ്പോൾ ഒരാൾ തർത്തീബ് തെറ്റിയാലോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കഴിഞ്ഞിട്ട് അറിയാതെ ഹയ്യ അലസ് സ്വലാ എന്ന് പറഞ്ഞു, അയാൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ ബാങ്ക് തുടങ്ങണം. കാരണം അയാൾ ബാങ്ക് ബാത്തിലായി. അപ്പോൾ തർത്തീബ് നിർബന്ധമാണ്. രണ്ടാമത്തത് മുത്തവാലിയൻ. മുത്തവാലിയൻ എന്ന് പറഞ്ഞാൽ തുടരെ ആയിരിക്കണം. ഒരു കലിമത്ത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് വന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത കലിമത്ത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. തുടർച്ചയുണ്ടായിരിക്കണം. ബാങ്കിൻ്റെ ലഫ്ലുകൾക്കിടയിൽ തുടർച്ചയുണ്ടായിരിക്കണം. ഇപ്പോൾ 2 രൂപത്തിലാണ് ഈ മുത്തവാലിയൻ ഇല്ലാതിരിക്കുക. മുവാലാത്ത് മുറിഞ്ഞു പോകുക, തുടർച്ച മുറിഞ്ഞു പോകുക 2 രൂപത്തിലായിരിക്കും. ഒന്നാമത്തത്, ഒരാൾ എന്ത് ചെയ്തു? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞു. എന്നിട്ട് അയാൾ കുറേ നേരം ഉണ്ടാതിരുന്നു. ചിലപ്പോൾ അയാൾക്ക് ഫോൺ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷുഗലിൽപ്പെട്ട അയാൾ കുറേ കഴിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ശരിയാവുകയില്ല. ബാങ്ക് എന്ത് ചെയ്യണം? ആദ്യം മടക്കണം. എന്നാൽ ചെറിയൊരു ഗ്യാപ്പാണെങ്കിലോ അതുകൊണ്ട് പ്രശ്നമില്ല. ചെറിയൊരു ഗ്യാപ്പാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ അത് അധികരിച്ചു പോയാൽ ബാങ്ക് ബാത്തിലായി പോകും. രണ്ടാമത്തെ ഒന്ന്, ബാങ്കിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? തുടർച്ച നഷ്ടപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ എന്ത് ചെയ്തു? ബാങ്ക് കൊടുക്കേണ്ട ഒരാൾക്ക് ഫോൺ വന്നു, ഫോൺ വിളിച്ച് അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഫോണൊക്കെ കട്ട് ചെയ്ത് വേഗം ബാക്കി തുടർന്ന് കൊടുത്താൽ ബാങ്ക് ബാത്തിലാണ്. എന്നാൽ ബാങ്കിൻ്റെ ഇടയിൽ ചെറിയ രൂപത്തിൽ സംസാരിച്ചാലോ?
ഒരാൾ ബാങ്ക് കൊടുക്കണം, അപ്പോഴാണ് ഒരാൾ പള്ളിയിൽ കയറി വരുന്നത്. പള്ളിയിൽ കയറി വരുമ്പോൾ ഇയാൾ പറയാണ് പിന്നെ വാതിലൊന്നും തുറന്നു കേട്ടോ എന്ന് പറയാണ്, അല്ലെങ്കിൽ പിന്നെ ലൈറ്റും ഫാനൊക്കെ ഒന്ന് കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളുടെ ബാങ്ക് ശരിയാവുമോ? സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുഅദ്ദിനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, അദ്ദേഹം യഅ്മുറു ഗുലാമഹു ബിൽ ഹാജ വഹുവ ഫീ ആദാനിഹി. അദ്ദേഹം ബാങ്ക് വിളിക്കുന്നതിനിടയിൽ തൻ്റെ മകനോട് ആവശ്യങ്ങൾ പറയുമായിരുന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി മകനോട് പറയുമായിരുന്നു. അപ്പോൾ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ ഒരാൾക്ക് ചെറിയ രൂപത്തിൽ സംസാരിക്കേണ്ടി വന്നാലും സംസാരിക്കുന്നത് കൊണ്ട് ബാങ്കിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ആ സംസാരം അധികരിച്ചു പോയാൽ ബാങ്ക് ബാത്തിലായി പോകും. എന്നാൽ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് ബാങ്കിന് പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ ഈ പറയുന്ന വാക്ക് ഹറാമായ വാക്കാണെങ്കിൽ ബാങ്ക് ബാത്തിലാവും. ഇപ്പോൾ ലൈറ്റും ഫാനൊക്കെ ഇടുന്ന് പറഞ്ഞതിന് പകരം ഒരാൾ ശപിക്കുകയാണ്, പണ്ടാറടങ്ങിപ്പോട്ടെ എന്ന രൂപത്തിൽ ശപിച്ച് പറയുകയാണെങ്കിൽ ആ ബാങ്ക് ബാത്തിലാണ്. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബാങ്ക് ബാത്തിലാണ്. അപ്പോൾ മുത്തവാരിയൻ തുടർച്ച ഉണ്ടായിരിക്കണം, അതാണ് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ബിഷഖ്സിൻ വാഹിദിൻ, ബാങ്ക് അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ കൊടുക്കേണ്ടത് ഒറ്റ ആളാണ്. ഒരാൾ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി, ഹയ്യ അലൽ സ്വലാ എന്നപ്പോഴേക്കും അയാൾക്ക് തലകറങ്ങി നിലത്ത് വീണു. അപ്പോൾ ഒരാൾ വേഗം നീച്ചുകൊണ്ട് അയാൾ മാറ്റിയെടുത്തിട്ട് ഹയ്യ അൽ ഫലാ മുതൽ കൊടുത്ത് തുടങ്ങിയാൽ ബാങ്ക് ശരിയാവില്ല. അയാൾ രണ്ടാമത് അല്ലാഹു അക്ബർ മുതൽ തുടങ്ങണം. അപ്പോൾ ബാങ്ക് തുടക്കം മുതൽ അവസാനം വരെ ഒരാളാണ് കൊടുക്കേണ്ടത്. ബി നീയത്തിൻ മിനുഹു, നീയത്ത് ഉണ്ടായിരിക്കണം. രണ്ട് രൂപത്തിലാണ് നീയത്ത്. ഒന്നൊരാൾ ബാങ്ക് വിളിക്കുന്നത് ദുനിയാവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ ആ ബാങ്ക് സ്വഹിയാവില്ല. ഒരാൾക്ക് ദുനിയാവിൻ്റെ പ്രതിഫലം മാത്രമേ ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യമുള്ളൂ, ആ ബാങ്ക് സ്വഹിയാവില്ല. രണ്ടാമത്തെ നീയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുകയാണ് എന്ന നീയത്ത് ഒരാളിൽ ഉണ്ടാകണം. അതും ബാങ്ക് ശരിയാവാനുള്ള നിബന്ധനയാണ്. ദുഖൂലുൽ വഖ്ത്, സമയമാവുക. ഒരാൾ സമയമാകുന്നതിന് മുമ്പേ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് എന്തല്ല, ശരിയല്ല. എന്നാൽ സമയമായിട്ടില്ല, അപ്പോൾ ഇഷ ആയിട്ടില്ല. ഇഷ ആവണതിൻ്റെ മുമ്പ് എന്ത് ചെയ്തു? നമ്മൾ മുഅദ്ദിൻ പോയിട്ട് ബാങ്ക് വിളിച്ചു. നമുക്കറിയില്ല സമയമായിട്ടില്ല എന്നുള്ളത്. നമ്മളൊക്കെ പാടെ പോയിട്ട് എന്ത് ചെയ്തു? നിസ്കരിച്ചു. നമ്മൾ നിസ്കരിച്ചപ്പോൾ സമയമായിക്കണം, ബാങ്ക് വിളിച്ചപ്പോൾ സമയമായിട്ടില്ല, 2 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോഴാണ് ബാങ്ക് വിളിച്ച്. പിന്നെ നമ്മളൊക്കെ പോയി ഒതു കൊടുത്ത് വന്നിട്ട് സമയമായിട്ട് നമ്മൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്, ആ ബാങ്ക് കൊടുത്തത് സമയത്തല്ലല്ലോ. നമ്മളെ നമസ്കാരം പിന്നെ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണോ? വേണ്ട, കാരണം നമസ്കാരം നിർവഹിച്ചത് കറക്റ്റ് സമയത്താണ്. പക്ഷേ ബാങ്കിൻ്റെ എന്തായി? അത് ശരിയായിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഷുറൂത്തുൽ മുഅദ്ദിൻ, ഇപ്പോൾ പറഞ്ഞത് ബാങ്ക് ശരിയാകാനുള്ള നിബന്ധനയാണ്. ഇനി ബാങ്ക് വിളിക്കുന്നയാൾക്കും ചില ഷർത്തുകൾ വേണം. ബാങ്ക് വിളിക്കുന്നയാൾക്കും ചില നിബന്ധനകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. അവർ കാഫിർ വന്ന് ബാങ്ക് വിളിച്ചാൽ ബാങ്ക് ശരിയാവുകയില്ല. മുസ്ലിമായ വ്യക്തിയായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത്. 2 അൽ അഖ്ൽ, ബുദ്ധിയുള്ള ആളായിരിക്കണം. അപ്പോൾ ബുദ്ധിയില്ലാത്ത ആൾ ബാങ്ക് വിളിച്ചാൽ ബാങ്ക് ശരിയാവുകയില്ല. ബുദ്ധി 2 രൂപത്തിൽ ഇല്ലാതാകാം. ഒന്നെങ്കിൽ മജ്നൂൻ, ഒരു ഭ്രാന്തൻ, അല്ലെങ്കിൽ സുക്രാൻ, മദ്യപിച്ച് ലഹരിയായിട്ട് എന്ത് ചെയ്യുക? ലഹരി ഉപയോഗിച്ച് മത്ത് കെട്ട ആൾ, ബുദ്ധി പോയ ആൾ, അയാളും ബാങ്ക് വിളിച്ചാൽ ബാങ്ക് ശരിയാവുകയില്ല. പൂർണ്ണമായ ബുദ്ധിയുള്ള ആൾ വിളിച്ചാലേ ബാങ്ക് ശരിയാവുകയുള്ളൂ. മൂന്നാമത്തൊന്ന് അത് ദുക്കൂരിയ, പുരുഷനായിരിക്കണം. അപ്പോൾ സ്ത്രീകൾ ബാങ്ക് വിളിച്ചാൽ ബാങ്ക് ശരിയാവുകയില്ല, പുരുഷനായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത്. 4 മുമയ്യിസൻ, മുമയ്യിസ് എന്ന് പറഞ്ഞാൽ വകതിരി വെത്തിയ കുട്ടിയായിരിക്കണം. വകതിരി വെത്തുന്ന പ്രായം ഏകദേശം 7 വയസ്സാണ്. ഒരു 3 വയസ്സുള്ള കുട്ടി, 4 വയസ്സുള്ള കുട്ടി, ആ കുട്ടി കൃത്യമായിട്ട് തന്നെ അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ ബാങ്ക് കൊടുത്താലും ബാങ്ക് ശരിയാവില്ല. മുമയ്യിസായ വകതിരി വെത്തിയ കുട്ടിയായിരിക്കണം. വകതിരി പറഞ്ഞാൽ നന്മയും തിന്മയൊക്കെ വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായം. ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെയാണ്, 8 വയസ്സൊക്കെയാണ് മുമയ്യിസിൻ്റെ പ്രായം. മുമയ്യിസ് ആവാത്ത കുട്ടികളെ കൊണ്ട് ബാങ്ക് വിളിപ്പിച്ചാൽ ബാങ്ക് ശരിയാവുകയില്ല. അതുപോലെ തന്നെ അതിലൻ എന്ന് പറഞ്ഞാൽ നീതിയുള്ള ആളായിരിക്കണം. എന്താണ് നീതിയുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കുന്നത് അതിലുള്ള നീതിയുള്ള ആളായിരിക്കണം. അഥവാ ഇസ്ലാമികപരമായിട്ട് ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ തെമ്മാടിയായ ആൾക്കാരെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല. എന്താ തെമ്മാടിയായ ആൾ, ഫാസിഖായ ആൾ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഞെരിയാനിക്കടിയിൽ വസ്ത്രം ധരിച്ച് കൊണ്ട് നടക്കുന്ന ഒരാൾ, പരസ്യമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ, ഇത്തരത്തിലെ ആളുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ബാങ്ക് വിളിച്ചാൽ ബാങ്ക് ശരിയാവില്ല. പരസ്യമായിട്ട് ഇസ്ലാമികപരമായി ജീവിക്കുന്ന ആളായിരിക്കണം ഒന്ന്. രണ്ടാമത്തത് അഖീദ ശരിയായ ആളായിരിക്കണം. അപ്പോൾ അഖീദ ശരിയായ, ശിർക്കും ഖുറാഫാത്തും ഇല്ലാത്ത. രണ്ടാമത്തത് ശരീഅത്ത് അനുസരിച്ച് പരസ്യമായിട്ട് ഫിസ്ക് തെമ്മാടിത്തം ചെയ്യാത്ത ആൾക്കാരെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കാൻ പറ്റൂ. മറ്റുള്ളവർ ബാങ്ക് വിളിച്ചാൽ ബാങ്ക് ശരിയാവുകയില്ല. ആലിമൻ ബിൽ വഖ്ത്, അഥവാ സമയം അറിയണം. ബാങ്കിനെ കുറിച്ച് സമയം അറിയുന്ന ആളായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത്. ഇതൊക്കെയാണ് ഷുറൂത്തുൽ മുഅദ്ദിന്, ഒരു മുഅദ്ദിനിൻ്റെ ഷർത്തുകൾ. ഇനി മറ്റൊരു മസ്അലയാണ് ഹുക്മുൽ ലഹ്നി ഫിൽ ആദാൻ, ബാങ്കിൽ ലഹ്ന് കാണിക്കുക. ലഹ്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ശൈലി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ സ്വരം മാറ്റുക, അതിനൊക്കെയാണ് എന്താ പറയുക? ലഹ്ന് എന്ന് പറയാം. അത് 3 രൂപത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. 3 രൂപത്തിൽ ബാങ്കിൽ ലഹ്ന് സംഭവിക്കാം. ഒന്ന് ഇഅറാബിലുള്ള ലഹ്ന്. 3 രൂപത്തിൽ ലഹ്ന് സംഭവിക്കും. അതിൽ 2 എണ്ണം സംഭവിച്ചാൽ ബാങ്ക് ബാത്തിലാകും, 1 എണ്ണം സംഭവിച്ചാൽ പ്രശ്നമില്ല. ഒന്നാമത്തത് ഇഅറാബിൽ മാറ്റം വരിക.
ഇഅ്റാബിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള, മുഹമ്മദൻ റസൂലുള്ള. ഒരാൾ അഷ്ഹദു അന്ന മുഹമ്മദുൻ റസൂലുള്ള എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്തില്ല, അർത്ഥം മാറണമൊന്നുമില്ല. ഗ്രാമർ തെറ്റാണ്, പക്ഷെ അർത്ഥം മാറുന്നില്ല. അത് കറാഹത്താണ്, പക്ഷേ ബാങ്കിന് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തത് അർത്ഥം മാറുന്ന രൂപത്തിൽ ഒരാൾ ലഹീന കാണിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ ബാങ്ക് കൊടുക്കുമ്പോൾ നീട്ടുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ എന്ന് പറയും. അക്ബർ എന്നാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. അക്ബാർ എന്ന് പറഞ്ഞാൽ ചെണ്ടകൾ എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു പിന്നെ മനസ്സിലായില്ല. അപ്പോൾ അർത്ഥത്തിൽ എന്ത് വരുന്നു, മാറ്റം വന്നു, ബാങ്ക് ബാത്തിലാണ്. അതേപോലെ തന്നെ ഒരാൾ ഹയ്യ അല സ്വലാ, ഹയ്യ അല സ്വലാ, സ്വല എന്ന് പറഞ്ഞാൽ കത്തി എരിയ എന്നാണ്. സ്വലാഹ് നമസ്കാരം, അവിടെ ബാങ്ക് ബാത്തിലായി. ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഒരാൾ അല്ലാഹു അല്ലാഹു അവിടെ നീട്ടുക, അവിടെ നീട്ടിയാൽ അള്ളാഹു ആണോ അക്ബർ എന്നാണ്, ബാങ്ക് ബാത്തിലാണ്. അപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന രൂപത്തിൽ ലഹീന സംഭവിച്ചാലും ബാങ്ക് ബാത്തിലാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ മുഅദ്ദിനീങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന രൂപത്തിലാവാൻ പാടില്ല. ബാങ്ക് നമ്മൾ ശരിക്കും പഠിക്കണം. ഇനി മൂന്നാമത്തെ ഒരു ലഹീന്, അത് തൽഹീൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇറാബിൽ മാറ്റം വരുന്നതും അർത്ഥത്തിൽ മാറ്റം വരുന്നതും പറഞ്ഞു. ഇനി മൂന്നാമത്തെ തൽഹീൻ എന്ന് പറയും. അഥവാ പിന്നെ കുറച്ച് നീട്ടി ഒരു ബാങ്ക് കൊടുക്കുക. ഇപ്പോൾ ബാങ്കിൽ മദ്ദുകൾ പാലിക്കേണ്ടത് കൃത്യമായിട്ട് പാലിക്കാതിരിക്കുക. അല്ലാഹു അവിടെയാണ് നമുക്കൊന്ന് നീട്ടാനുള്ള ഒരു അവസരമുള്ളത്. 6 ഹർക്കത്ത് വരെ അവിടെ നീട്ടാൻ അനുവാദമുള്ളത്. ഒരാൾ അതിലധികവും നീട്ടിയാലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 6 ഹർക്കത്ത് വരെ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം എത്രയായി ഇങ്ങനെ ചെയ്യാന്നുള്ളത്, ഇതുകൊണ്ട് ബാങ്ക് ബാത്തിലാവില്ല, പക്ഷേ കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ ലഹനിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഇറാബ് തെറ്റൽ, അത് കറാഹത്താണ്, ബാങ്കിന് പ്രശ്നമല്ല. രണ്ടാമത്തെ അർത്ഥം മാറൽ, അർത്ഥം മാറിക്കഴിഞ്ഞാൽ ബാങ്ക് ബാത്തിലായി. മൂന്നാമത്തത് ഇങ്ങനെ കുറച്ച് നീട്ടൽ, ബാങ്കിൽ നീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 6 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. അങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ അതും കറാഹത്തിൻ്റെ ഇനത്തിലേക്കാണ് പോവുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു സംശയമൊന്നുമില്ലല്ലോ. പിന്നെ റഫ്ഉ സൗത്തി റുക്കിനുൻ, ബാങ്കും ഇക്കാമത്തും കൊടുക്കുമ്പോൾ ശബ്ദം ഉയർത്തണം, അത് റുക്കിനാണ്. ചില ആളുകൾ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, മെല്ലെ കൊടുക്കും. ബാങ്ക് പിന്നെ മൈക്കയിലായതുകൊണ്ട് ഉറക്കാവും. ഇക്കാമത്ത് മൈക്കല്ലെങ്കിൽ മെല്ലെ കൊടുക്കും. അവിടെ നിൽക്കണ 2 ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ നിൽക്കുന്ന സ്വഫത്തെ ആൾക്കാർക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ മെല്ലെ ഇക്കാമത്ത് കൊടുക്കുക പാടില്ല. റഫ്ഉ സൗത്തി റുക്കിനുൻ, റുക്കിനാണ്. അപ്പോൾ ബാങ്കും ഇക്കാമത്തും എന്ത് ചെയ്യണം, ഉറക്ക കൊടുക്കണം. ഇക്കാമത്ത് ബാങ്ക് പുറത്തുള്ളവർക്ക് കേൾക്കണം. ഇക്കാമത്ത് എന്ത് ചെയ്യണം, ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നിസ്കരിക്കാൻ വന്ന എല്ലാ ആൾക്കാർക്കെങ്കിലും കേൾക്കുന്ന അവസ്ഥയിലായിരിക്കണം. അത് റുക്കിനാണ്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. യുസന്നു കൗനുൽ മുഅദ്ദിൻ, ഇനി മുഅദ്ദിനിന് സുന്നത്തായ കാര്യങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചില ആൾക്കാർ ചില സുന്നത്തുകൾ ഫർളാണെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ, നമ്മൾ ഷർത്തുകൾ നേരത്തെ പറഞ്ഞു, ആ കാര്യങ്ങളാണ് ഷർത്ത്. ഇനി സുന്നത്ത് എന്തൊക്കെയാണ്? ഒന്നാമത്തത് മുത്തത്വഹിറൻ, ശുദ്ധിയുള്ള ആളായിരിക്കണം. അപ്പോൾ ഒരാൾ വലിയ അശുദ്ധിക്കാരനാണ് അല്ലെങ്കിൽ ചെറിയ അശുദ്ധിക്കാരനാണ്, അവർ ബാങ്ക് കൊടുത്താലോ, ബാങ്ക് സ്വഹീഹാണ്, ബാങ്ക് കൊടുക്കാം. ഇക്കാമത്ത് കൊടുക്കാൻ പറ്റുമോ? ഇക്കാമത്തും കൊടുക്കാൻ പറ്റും. പക്ഷേ കറാഹത്താണ്, പക്ഷേ ബാങ്ക് സ്വഹീഹാണ്. ചെറിയ ശുദ്ധിയുള്ള ആൾക്കും വലിയ ശുദ്ധിയുള്ള ആൾക്കും ബാങ്കും ഇക്കാമത്തും കൊടുക്കാം. അത് സുന്നത്താണ്, ശുദ്ധിയായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തത് യകൂന ഖായിമൻ, നിന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുത്താലോ, 2 അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുക്കാം. ഒന്നെങ്കിൽ ഒരു കാരണമല്ലാതെ വെറുതെ ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുക്കുക. 2 വല്ല കാരണവും, കാലൊടിഞ്ഞിട്ടുണ്ട് നിൽക്കാൻ വയ്ക്കൂല, അങ്ങനത്തെ വല്ല കാരണവും ഉണ്ടെങ്കിൽ ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുക്കാം. ഒരു കാരണവുമില്ലാതെ ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുത്താൽ ബാങ്ക് ശരിയാവും, പക്ഷേ അവന് കുറ്റക്കാരനാണ്, ശിക്ഷ ലഭിക്കും. എന്നാൽ വല്ല കാരണവും കൊണ്ടാണ് ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ അവൻ്റെ ബാങ്ക് സ്വഹീഹാകും, അതിന് പ്രശ്നമില്ല. അപ്പോൾ നിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇനി സുനനുൽ ആദാൻ, ആദാനിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ, ബാങ്കിലെ സുന്നത്തുകൾ. ഒന്നല്ല ആദാനു ഫി അവ്വലി വഖ്തിൻ, സമയമായാൽ ആദ്യ സമയത്ത് തന്നെ ബാങ്ക് നിർവഹിക്കുക. രണ്ടാമത്തത് തറസ്സുലു ഫിൽ ആദാൻ, ആദാനിൽ തറസ്സുല് കാണിക്കണം. ഇത് ചില ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. തറസ്സുൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സാവധാനം. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇജാബത്ത് കൊടുക്കാനുള്ള സമയം പോലും ഇല്ലാതെ അടുത്ത ലഫ്ള് പറയും, അത് പാടില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ കുറച്ച് സമയം കൊടുക്കണം. ആ തറസ്സുൽ ഫിൽ ആദാൻ. എന്നാൽ ഇഖാമത്തിൽ അങ്ങനെ തറസ്സുലുണ്ട്. ഇഖാമത്തിൽ കുറച്ച് വേഗതയിൽ കൊടുക്കണം, അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യകൂന അലാ ഉലുവിൻ, കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് കയറിയിട്ടാണ് ബാങ്ക് നിർവഹിക്കേണ്ടത്. നമ്മൾ പള്ളിയിലാവുമ്പോൾ നമ്മൾക്ക് എന്തില്ല, അങ്ങനത്തെ പ്രശ്നമല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോൾ മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തുമുള്ള ഒരു അൻസാരി സ്ത്രീയുടെ വീടായിരുന്നു ഏറ്റവും ഉയരത്തിൽ, പള്ളിയുടെ ആ ചുറ്റുഭാഗത്തിലെ വീടുകളിൽ ആ ഏറ്റവും ഉയരത്തിലുള്ള വീട്ടിൽ കയറിയിട്ട് അദ്ദേഹം ബാങ്ക് നിർവഹിച്ചിരുന്നത്. അടുത്തൊരു സുന്നത്ത് റാഫിഅൻ വജ്ഹഹു, മുഖം ഉയർത്തിപ്പിടിക്കണം. ഒരാൾ നിലത്ത് നോക്കി ബാങ്ക് കൊടുത്താൽ അത് സുന്നത്തിനെതിരാണ്.
ബാങ്കിലുള്ള സുന്നത്താണ് മുഖം ഉയർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ചിട്ടായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത്. മറ്റൊന്ന് ജാഇലൻ സബ്ബാബത്തൈഹി ഫി ഉദുനൈഹി, ചെവികളിൽ വിരലുകൾ വെക്കണം. ഈ വിരലുകളാണ് വെക്കേണ്ടത്. ഇതാണ് സബ്ബാബത്ത് അല്ലെങ്കിൽ സബ്ബാഹത്ത് എന്ന് അറബിയിൽ പറയാം. ഈ ചൂണ്ടുവിരൽ, ഈ രണ്ട് വിരലുകൾ ചെവിയിൽ വെക്കണം. ഈ വിരലുകൾ മാത്രമാണ് വെക്കേണ്ടത്. ചില ആൾക്കാർ ചെവി പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, പൊത്തിപ്പിടിക്കും. അങ്ങനെയല്ല, ഈ രണ്ട് വിരലുകൾ മാത്രം ചെവിയിലേക്ക് പ്രവേശിപ്പിക്കണം. ഇസ്തിഖ്ബാലുൽ ഖിബില, ഖിബിലയിലേക്ക് മുന്നിടണം. ഒരാൾ ഖിബില തെറ്റിയിട്ട് ബാങ്ക് കൊടുത്താൽ ബാങ്ക് സ്വഹീഹാണ്, സുന്നത്താണ് ഖിബിലയിലേക്ക് മുന്നിടുക എന്നുള്ളത്. യൽതഫിതു ഇൻദ ഹയ്യ അലത്തൈനി യമീനം വശിമാല, ഹയ്യ അല സ്വല ഹയ്യ അലൽ ഫല എന്ന് പറയുമ്പോൾ ഇടത്തെ ഭാഗത്തേക്കും വലത്തെ ഭാഗത്തേക്കും തിരിയൽ. ഹയ്യ അല സ്വല എന്ന് പറയുമ്പോൾ വലത്തെ ഭാഗത്തേക്ക് 2 തവണ, ഹയ്യ അലൽ ഫല എന്ന് പറയുമ്പോൾ വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും 2 തവണ വീതം തിരിയുക. ഇത് ബാങ്കിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ, ഇന്നിപ്പോൾ നമുക്ക് എന്തുണ്ട്, മൈക്കുണ്ടാകുമ്പോൾ എന്തിനാണ് വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും തിരിയണത്? അതിൻ്റെ ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഭാഗത്തിലെ ആൾക്കാർക്കൊക്കെ ബാങ്ക് കേൾക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് നമുക്ക് മൈക്കുണ്ടാകുമ്പോൾ തിരിഞ്ഞാൽ എന്ത് ചെയ്യും, കേൾക്കാതിരിക്കുകയാണ് ചെയ്യുക. മൈക്കിലവിടെ നിന്ന് പോകുമ്പോൾ കേൾക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തിരിയൽ സുന്നത്തല്ല, ആവശ്യമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ തിരിയൽ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ പറ്റും. ഐ യതവല്ലൽ ആദാൻ വൽ ഇഖാമ വാഹിദ്, ഒരാൾ എന്ത് ചെയ്യുക, ബാങ്കിനും ഇഖാമത്തിനും വേണ്ടി ഒറ്റ ആളെ ഏർപ്പാടാക്കുക. അത് സുന്നത്തിൽപ്പെട്ടതാണ്. ഒരാൾ ബാങ്ക് കൊടുത്തു, വേറൊരാൾ ഇഖാമത്ത് കൊടുത്തു, അനുവദനീയമാണ്. എന്നാൽ ഒരാൾ ബാങ്ക് കൊടുത്തു, അയാൾ തന്നെ ഇഖാമത്ത് കൊടുക്കുകയാണ് എങ്കിൽ അതാണ് സുന്നത്തായ രൂപം, അതാണ് ഏറ്റവും അഫ്ളലായ രൂപം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അപ്പോൾ ഇതൊക്കെ സുന്നത്താണ്, മുഅദ്ദിനിനെ അല്ലെങ്കിൽ ബാങ്കിന് ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകളാണ്. ഇനി അവസാനം ദുആഉൻ ബഅദൽ ആദാൻ, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന. ബാങ്കിന് ശേഷം ആദ്യം എന്ത് ചെയ്യണം, സ്വലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സ്വല്ലു അലയ്യ, പിന്നെ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം. അപ്പോൾ ബാങ്ക് വിളിക്കാൻ നിൽക്കുമ്പോൾ സ്വലാത്ത് ചെല്ലും. നമ്മുടെ നാട്ടിൽ പല പള്ളികളിലും ബാങ്ക് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, സ്വലാത്ത് ഇല്ല. അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? ഇല്ല. ബാങ്ക് കഴിഞ്ഞാലാണ് സ്വലാത്ത് നിർവഹിക്കേണ്ടത്. അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി സ്വലാത്തിൽ ഖായിമ എന്ന ആ പ്രാർത്ഥന നിർവഹിക്കണം. നമുക്കറിയുന്ന വിഷയമാണല്ലോ. ബാങ്ക് വിളിക്കുന്നയാൾക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാളും സ്വലാത്ത് ചെല്ലണം. അതിനുശേഷം പ്രാർത്ഥന നിർവഹിക്കണം. അത് കേട്ട് ഇജാബത്ത് കൊടുത്ത ആൾക്കാരും എന്ത് ചെയ്യണം, സ്വലാത്ത് നിർവഹിക്കണം. അതിനുശേഷം പ്രാർത്ഥന നിർവഹിക്കണം. എന്നാൽ ബാങ്ക് വിളിക്കുന്നയാൾ ഇജാബത്ത് കൊടുക്കണോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാൽ അയാളെന്നെ സ്വയം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അത് വേണോ? അതാവശ്യമില്ല. എന്നാൽ അയാൾ എന്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ സ്വലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി പ്രാർത്ഥന അയാളും നിർവഹിക്കണം. സുയവുൽ ആദാനി വൽ ഇഖാമ, അതെന്താ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും രൂപങ്ങൾ. അപ്പോൾ ബാങ്കും ഇഖാമത്തും എത്ര രൂപത്തിലുള്ള? ഒരു രൂപത്തിലുള്ള ആണോ? അല്ല, ബാങ്കിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്, ഇഖാമത്തിനും വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. 3 രൂപത്തിലുള്ള ബാങ്ക് ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. ഒന്നാമത്തത് ആദാനു കൂഫ എന്ന് പറയും, കൂഫക്കാരുടെ ബാങ്ക്. അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കൊടുക്കുന്ന ബാങ്ക്. 15 കലിമത്തുകളുള്ള സാദാപ്പ നിർവഹിച്ച ഇഷായിൻ്റെ ബാങ്ക് പോലത്തെ ബാങ്ക്. അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ബാങ്കാണ്. രണ്ടാമത്തത് ആദാനു മദീന, മദീനക്കാരുടെ ബാങ്ക്. അത് 17 കലിമത്താണ്. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലിൻ്റെ മക്കയിലുള്ള ബാങ്കിയായിരുന്നു. മക്കയിൽ ബാങ്ക് നിർവഹിച്ചിരുന്ന വ്യക്തിയാണ് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ബാങ്കിൽ 17 കലിമത്താണ്. അപ്പോൾ അല്ലാഹു അക്ബർ 2 തവണ ഉള്ളു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയും 4 തവണ ഉണ്ട്. ആദ്യം മെല്ലെ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ഉറക്കെ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 4 തവണ പറയും. പിന്നെ സാദാ പോലെ ഹയ്യ അലൽ സ്വലാ 2 തവണ, ഹയ്യ അൽ ഫലാ 2 തവണ, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി മൂന്നാമത്തൊരു ബാങ്ക് ആദാനു മക്ക, മക്കക്കാരുടെ ബാങ്ക്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അതിൽ 19 കലിമത്താണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സാധാരണ പോലെ. പക്ഷേ ഷഹാദത്തൈനികൾ 4 തവണ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ഉറക്കെ. ഈ ബാങ്ക് നമ്മളെവിടെ കേൾക്കാറുണ്ട്? സമസ്ത പള്ളിയിൽ കേൾക്കാറുണ്ട്. സമസ്ത പള്ളിയിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കുക. മുഅദ്ദിൻ എന്ത് ചെയ്യും, മെല്ലെ ഷഹാദത്തൈൻ 2 തവണ ചെല്ലാറുണ്ട്. ചില പള്ളികൾ, എല്ലാ പള്ളികളിലും ഇല്ല. അത് ബിദ്അത്താണോ? അല്ല, ആ പ്രവൃത്തി എന്താണ്, സുന്നത്താണ്. അപ്പോൾ 4 തവണ അല്ലാഹു അക്ബർ എന്നതും മെല്ലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ്. അതിനുശേഷം ഉറക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സാദാ പോലെ. പിന്നെ 2 ഹയ്യ അലൽ സ്വലാ 2 ഹയ്യ അൽ ഫലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ 3 രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 രൂപത്തിൽ ഏതിൽ ബാങ്ക് ഒരാൾ കൊടുത്താലും അതൊക്കെ സ്വഹീഹാണ്, അതൊക്കെ സുന്നത്തിനോട് യോജിച്ച് വരുന്ന കാര്യവുമാണ്. ഇതുപോലെ ഇഖാമത്തിനും 2 രൂപങ്ങളുണ്ട്. ഇഖാമത്തിന് 2 രൂപങ്ങളുണ്ട്. ഒന്നാമത്തെ രൂപം നമ്മൾ സാധാരണ ഇവിടെ നിർവഹിക്കാറുള്ളത് പോലത്തെ ഇഖാമത്ത്, ബാങ്ക് ഒറ്റയാക്കിയിട്ടുള്ള ഇഖാമത്ത്. രണ്ടാമത്തത് ഹനഫികളുടെ ഇഖാമത്താണ്, അഥവാ ബാങ്ക് പോലെ തന്നെ നിർവഹിക്കുക.
അല്ലാഹു അക്ബർ 4 തവണ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 തവണ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി 2 തവണ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് 2 തവണ, ഖദ് ഖാമത്തി സ്വലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് നിർവഹിക്കുന്നത് പോലെ തന്നെ ഇഖാമത്ത് നിർവഹിക്കൽ. ഇതെന്താണ്? ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. അപ്പോൾ 3 രൂപത്തിലുള്ള ബാങ്കുണ്ട്, 2 രൂപത്തിലുള്ള ഇഖാമത്തുണ്ട്. ഇതിലേത് രൂപത്തിൽ കൊടുത്താലും അതൊക്കെ സ്വഹീഹാകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മസ്അല, കൈഫിയത്തു ഇജാബത്തിൽ മർഇൽ മുഅദ്ദിനീൻ. ഇതൊരു ആധുനിക മസ്അലയാണ്. അഥവാ ഒരാൾ ഒരേ സമയത്ത് തന്നെ ഒരുപാട് മുഅദ്ദിനീങ്ങളെ കേൾക്കുകയാണെങ്കിൽ എങ്ങനെ ഉത്തരം നൽകണം? അപ്പോൾ നമ്മൾ നാട്ടിൽ 3-4 പള്ളികളുണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ബാങ്കുകൾ കേൾക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം നൽകണം? അതിൽ 3 രീതിയിലാണ് നമുക്ക് ആ മസ്അലിനെ പറയാനുള്ളത്. ഒന്നാമത്തത്, ഒരേ സമയത്ത് തന്നെ ഒരുപാട് ബാങ്കുകൾ കേൾക്കുക. ഒറ്റ സമയത്ത് തന്നെ ചിലപ്പോൾ 2 സെക്കൻഡിനോ 3 സെക്കൻഡിനൊക്കെ വ്യത്യാസത്തിൽ അടുത്ത ബാങ്ക് തുടങ്ങും. അങ്ങനെ ഒരേ സമയത്ത് തന്നെ ഒരുപാട് ബാങ്കുകൾ കേൾക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എങ്കിൽ നമ്മൾ നമസ്കരിക്കാൻ പോകുന്ന പള്ളി ഏതാണോ ആ പള്ളിയിലെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക. നമ്മൾ നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിലെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മളെ നാട്ടിലാവില്ല, നമ്മൾ നമസ്കരിക്കാൻ പോകുന്ന പള്ളി അവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഉയർന്ന ബാങ്ക് കേൾക്കുന്ന, നല്ല ശബ്ദത്തിൽ കേൾക്കുന്ന, അല്ലെങ്കിൽ അടുത്തുനിന്ന് ഏതാണോ കേൾക്കുന്നത് അതിന് ഇജാബത്ത് കൊടുക്കുക. രണ്ടാമത്തെ ഒന്ന്, ഒരാളൊരു ബാങ്ക് കേട്ടു, പൂർണ്ണമായി അതിന് ഇജാബത്ത് കൊടുത്തു, അവന് ദുആക്ക് കഴിഞ്ഞു. അതിലാണ് അടുത്തൊരു പള്ളിയിൽ നിന്ന് രണ്ടാമത്തെ ബാങ്ക് കേൾക്കണം. അപ്പോൾ പിന്നെ അതിനും ഇജാബത്ത് കൊടുക്കണോ? അതിനും അവൻ ഇജാബത്ത് കൊടുക്കണം. കാരണം ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിനെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. എന്നാൽ ഒന്നാമത്തെ ഇജാബത്ത് കൊണ്ട് അവന് മതിയായതാണ്, രണ്ടാമത്തതിനും അവൻ കൊടുത്താൽ അത് അനുവദനീയമാണ്. ഇനി മൂന്നാമത്തെ ഒന്ന്, നമ്മൾ യാത്രയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കുന്നപ്പള്ളിയിൽ നിന്ന് കുറച്ച് കേട്ടു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടിയൊക്കെ പോയി, പിന്നെ നമ്മൾ വളയമൂച്ചി എത്തുമ്പോഴേക്കരം ഹയ്യ അലസ് സ്വലാ, പിന്നെ അപ്പുറത്ത് മാമ്പ്രപ്പടി എത്തുമ്പോൾ അടുത്ത്, ഇങ്ങനെ എന്ത് ചെയ്യും കേൾക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ എത്രയാണോ കേൾക്കുന്നത് അതിന് ഉത്തരം കൊടുക്കുക. ഇവിടുന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു, അതിന് ഉത്തരം കൊടുക്കുക. അടുത്ത ഹയ്യ അലസ് സ്വലാ കേട്ടു, അതിന് ഉത്തരം കൊടുക്കുക. കേൾക്കുന്നിടത്തോളം നമ്മൾ ഇജാബത്ത് കൊടുക്കുക, ഉത്തരം നൽകുക എന്നുള്ളതാണ് അതിലുള്ള ഒരു മസല. അടുത്തൊരു ചോദ്യം, ഹുക്മു തർത്തീദിൽ ആദാൻ മഅൽ മുഅദ്ദിനി മിൻ മുൻതസിഫിൽ ആദാൻ. ഒരാൾ ബാങ്ക് കേൾക്കുന്നത് ബാങ്കിൻ്റെ പകുതിയിൽ നിന്നാണ്. ഹയ്യ അലസ് സ്വലാ മുതലാണ് ബാങ്ക് കേൾക്കുന്നത്. അപ്പോൾ അയാൾ എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത്? അതിലെന്ത് ചെയ്യണം? ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞ അയാൾ തുടക്കം മുതൽ ഇജാബത്ത് കൊടുക്കണം. അപ്പോൾ വേഗം എന്ത് ചെയ്യുക? ഹയ്യ അലസ് സ്വലാ വരെ നമ്മൾ പറയുക, അല്ലാഹു അക്ബർ നമ്മൾ പറയുക. എന്നിട്ട് മുഅദ്ദിൻ്റെ ഒപ്പം എത്തിയിട്ട് ബാക്കി മുഅദ്ദിൻ്റെ കൂടെ ഇജാബത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്. ബാങ്ക് കൊടുക്കുന്ന വ്യക്തി സ്വയം ഇജാബത്ത് കൊടുക്കണോ? അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വയം ഇജാബത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബാങ്കിന് ശേഷമുള്ള സ്വലാത്തും ദിക്റും ദുആവും അയാൾക്ക് ബാധകമാണ്. ഒരുപാട് ആളുകൾ കളഞ്ഞു പോകുന്ന ബാങ്കിലുള്ള ഒരു സുന്നത്താണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് ബാങ്കിൻ്റെ ഇടയിൽ പറയണം. ഇതൊരുപാട് ആൾക്കാർക്ക് അറിയാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്നത്താണ്. ഇതെപ്പോഴാണ് പറയേണ്ടത്? അതാണ് അടുത്തൊരു മസ്അല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സമിഅ മൻ സമിഅ അൻ-നിദാ മൻ ഖാല ഹീന സമിഅ അൻ-നിദാ, ഒരാൾ ബാങ്ക് കേൾക്കുമ്പോൾ പറഞ്ഞാൽ എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്നൊരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ ഭയങ്കര ഫളായിലുള്ള ഒരു ഹദീസാണത്. എപ്പോഴാണ് നമ്മളത് പറയേണ്ടത്? മുഅദ്ദിൻ രണ്ടാമതും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് നമ്മളതിന് ഇജാബത്ത് കൊടുത്തതിന് ശേഷമാണ് അത് പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അപ്പോൾ മുഅദ്ദിൻ രണ്ടാമത്തെ തവണയും ഷഹാദത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലി നമ്മളും അതിന് ഇജാബത്ത് കൊടുത്തതിന് ശേഷം ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും.